താങ്കൾ പറഞ്ഞ ഈ പ്രതിപക്ഷ നേതാവിന്റെ കാൽ തല്ലിയൊടിക്കൽ, അതിന് ദൃശ്യമില്ലെങ്കിൽ പറ്റില്ലേ ചോദിക്കില്ലേ എന്നൊക്കെ പറയുന്ന സാധനം വേറൊരു സാഹചര്യമാണ്. അതിപ്പോൾ ആരെങ്കിലും രാത്രിയുടെ മറവിൽ പോയിട്ട് ഏതെങ്കിലും ഒരു നേതാവിന്റെ കാൽ തല്ലിയൊടിച്ചാൽ അവിടെ ദൃശ്യം ഉണ്ടാവില്ല. അവിടെ ആ പറയുന്നത് തന്നെയാണ് പ്രസക്തം, അല്ലെങ്കിൽ ആ സാക്ഷിമൊഴികളോ മറ്റു തെളിവുകളോ ആണ് പ്രസക്തം. പക്ഷെ ഇവിടെ എല്ലാത്തിനും ദൃശ്യമുണ്ട്, ആക്രമിച്ചതിനൊഴിച്ച്. അപ്പൊ ആളുകൾ ചോദിക്കില്ലേ, സാമാന്യ യുക്തിയല്ലേ വസീം? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. റാഷിദെ, ഇവിടെ നിങ്ങൾ കണ്ട ദൃശ്യങ്ങളെല്ലാം ഈ KSUക്കാർ പുറത്തുവിടുന്ന ദൃശ്യങ്ങളാ, എഡിറ്റ് ചെയ്തോ അല്ലാതെയൊക്കെ പുറത്തുവിടുന്ന ദൃശ്യങ്ങളാ. ഇവിടെ എന്തിനാണ് ഇവർ ഈ ഗറില്ല മോഡൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് മന്ത്രി വരുന്നത് നോക്കി ഇങ്ങനെ കാത്തിരിക്കുന്നത്? അവർക്ക് കരിങ്കൊടി പ്രകടനം നടത്തി വന്ന് കരിങ്കൊടി പ്രകടനം കാണിച്ചാൽ പോരെ? അങ്ങനെയല്ലേ കേരളത്തിൽ കരിങ്കൊടി പ്രകടനങ്ങൾ നടന്നത്? അടുത്ത കോടി വരുന്നത് കാണുന്നില്ലേ? എന്തിനാ അങ്ങനെ വരുന്നത്? സ്വാഭാവികമായിട്ടും അതിനിടയിൽ എന്താ സംഭവിച്ചത് എന്ന് അത്ര ക്ലിയർ കട്ടായിട്ട് നമ്മളൊക്കെ ദേഹത്ത് ക്യാമറയും വെച്ച് നടക്കാം അല്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവാം, മറ്റു പല നേതാക്കന്മാർക്കുമെതിരെ ഉണ്ടാവാം. അവിടെയൊന്നും ഞങ്ങളാരും ഇങ്ങനെ ഈ പറയുന്ന തരത്തിലേക്ക് നിങ്ങൾ ദൃശ്യങ്ങൾ കാണിക്കൂ എന്ന് പറഞ്ഞു പറയില്ല. എന്തോ എങ്ങനെ ഇവിടെ ഞാൻ വസീഫിനെ ഒരു കാര്യം ഓർമ്മിക്കാം. വസീഫ് ഇവിടെ പറഞ്ഞല്ലോ, ഈ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ദൃശ്യങ്ങൾ ഉള്ളത് ശരിയല്ല എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞല്ലോ. വസീഫിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, വസീഫിന് ഓർമ്മയുണ്ട്, ഒക്ടോബർ 10, 2025 ഇട്ടതാ. അടിച്ചതോ കുത്തിയതോ ആരെങ്കിലും കണ്ടോ? സ്വന്തം റീൽസ് നിർമ്മിക്കാൻ 3-4 ക്യാമറ കൊണ്ട് നടക്കുന്ന നേതാവിനെ ആക്രമിക്കുന്ന വൈകാരിക റീൽസ് ഇതുവരെ ഇറങ്ങിയിട്ടുമില്ല. മൂക്കുമായി ആശുപത്രിയിലേക്കല്ല, തോർത്തുമായി ഫോറൻസിക്കിലേക്കാണ് പോകേണ്ടത്. ഇത് ഷാഫിയുടെ മൂക്കിലൂടെ രക്തം ഒലിച്ചു വന്നപ്പോൾ ഇട്ട പോസ്റ്റാണ്. അപ്പോ ഇപ്പൊ ഈ വീഡിയോ ദൃശ്യങ്ങളെ കുറിച്ചൊക്കെ താങ്കൾ പറയുന്നത്, താങ്കൾ ഇട്ട പോസ്റ്റുകളും കൂടി അപ്പോൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് മുദ്രാവാക്യം വിളി ഉണ്ടായത്. പുറത്തു പറയാൻ കൊള്ളുന്ന മുദ്രാവാക്യമാണ് വിളിച്ചിരിക്കുന്നത്. അച്ഛനില്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞ് വിളിച്ച മുദ്രാവാക്യം എനിക്ക് ചാനലിലൂടെ ഇരുന്ന് പറയാൻ പറ്റുമോ? അമ്മമാരെയാണ്, കേരളത്തിലെ അമ്മമാരെ ആക്ഷേപിച്ചുകൊണ്ടാണ് മുദ്രാവാക്യം ഇവർ വിളിച്ചിരിക്കുന്നത്. സമാധാനമായ